ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്തിരുന്നിട്ടല്ലാതെ എന്റെ മതം മാത്രമാണ് ശരി, മറ്റുള്ള മതങ്ങളെല്ലാം തെറ്റാണ്, അതിനെ എല്ലാം നശിപ്പിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അവർ ബഹുദൈവ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്, ജൂതന്മാരാണ്, അവര് ഹിന്ദുക്കളാണ്, കാഫിറുകളാണ്, അവരുമായിട്ട് ഉറ്റ ചങ്ങാതികളാക്കല്ലേ, അവരെ മിത്രങ്ങളാക്കല്ലേ എന്നൊക്കെ പറയാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഇരുന്ന്, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പറയാൻ അവർക്ക് കഴിയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. അതേപോലും അവർക്ക് പോയി ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചോ ഹിന്ദു മതത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസത്തെക്കുറിച്ച് മറ്റേതെങ്കിലും ഒരു അറബ് രാജ്യത്തിൽ നിന്നിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ രാജ്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ രാജ്യത്തിന് അവർ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്, മതേതരത്വമുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് എല്ലാ മതത്തിനും തുല്യമായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, ഇതാണ് സത്യമുള്ള മതം എന്ന് പറഞ്ഞുകൊണ്ട് മതപ്രചരണത്തിന് നടത്തുന്നവരെ കോടതി ഇപ്പോൾ പിടിച്ചു കുടഞ്ഞു വിടുകയാണ്. അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മതം ആദ്യം നിരോധിക്കപ്പെടേണ്ടത് ബാങ്കാണ്. കാരണം അള്ളാഹു മാത്രമാണ് ഏറ്റവും വലിയ അള്ളാഹു, മറ്റുള്ളതൊക്കെ ചെറുതാണ്. എന്റെ പടച്ചറബ് മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത്. പണ്ട് കാലത്ത് നമസ്കരിക്കാനുള്ള സമയം അറിയാനൊന്നുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളോ ക്ലോക്കോ വാച്ചോ സമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സൂര്യനെ നോക്കി, കമ്പ് നാട്ടി, നിഴല് നോക്കി, ഒരു നിഴലിന്റെ ഇരട്ടിയാകുമ്പോൾ ഒരു നിസ്കാരം, ഒരു നിഴലിന്റെ പകുതിയാകുമ്പോൾ ഒരു നിസ്കാരം, ഒരു നിഴൽ അത്ര തന്നെ ആകുമ്പോൾ ഒരു നമസ്കാരം, അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് നമസ്കാരത്തിന്റെ സമയങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ലല്ലോ. എന്നിട്ടും ഇന്നും അതേ അവസ്ഥയിൽ തന്നെ മനുഷ്യനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും 1 കിലോമീറ്ററിനകത്ത് 10, 20, 30 പള്ളികൾ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു കൂവുകയും ചെയ്യുന്ന സമ്പ്രദായം ഇല്ലാതാക്കേണ്ടുന്ന സാഹചര്യം എന്നും അതിക്രമിച്ചിട്ടുണ്ട്. കോടതി തന്നെ ഈ ലൗഡ് സ്പീക്കർ സംവിധാനങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വിധി നൽകിയിട്ട് പോലും ഇവിടെയുള്ള ആളുകൾക്ക് പേടിയാണ്, അത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഭയവുമാണ്. സത്യം എന്ന് പറയുമ്പോൾ അത് മറ്റും മതങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫാദർ ബിനീത് വിൻസൻ എന്ന് പറയുന്ന വ്യക്തി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോടതിയുടെ ജസ്റ്റിസ് സൗരഭ് ശ്രീവാസ്തവയാണ് ഇത്തരത്തിൽ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെ മതമാണ് സത്യം, ഞങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ IPC സെഷൻ 295A പ്രകാരം അതിന്റെ പരിധിയിൽ വരുന്നതാണ്, അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞു. പ്രാർത്ഥന യോഗങ്ങളുടെ മറവിൽ മറ്റു മതങ്ങളെ അവഹേളിക്കുന്നത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല, അത് നിയമപരമായ തന്നെ നടപടികൾ എടുക്കും. എന്റെ മതമാണ് ശരിയില്ല, എന്റെ മതമാണ് സത്യമെന്ന് പറയുമ്പോൾ മറ്റു മതങ്ങൾ അവഹേളിക്കുന്ന തരത്തിലേക്കാണ് നിങ്ങളുടെ യോഗങ്ങൾ മറ്റും പോകുന്നത്. അങ്ങനെ യോഗങ്ങൾ പോയാൽ സ്വാഭാവികമായി തന്നെ നടപടികൾ എടുക്കേണ്ടി വരുമെന്ന് കൂടി കോടതി പറഞ്ഞു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്, ഹിന്ദു മതം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മതങ്ങളും ഞങ്ങളുടെ മതമാണ് സത്യം, ഞങ്ങളുടെ മതം മാത്രമേ ഉള്ളൂ ശരി, ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. ചിലർ 5 നേരം അത് മൈക്ക് കെട്ടി വെച്ച് പറയുന്നു, ചിലർ വീട് വീടാന്തരം കയറി നടന്ന് പറയുന്നു. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അങ്ങനെ പറയുന്നത് പോലും IPC സെഷൻ 295A പ്രകാരം ക്രിമിനൽ കുറ്റമാണെന്ന് കൂടി അറിയിക്കാൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വം സൂക്ഷിക്കുന്ന ഒരു ബഹുസ്വര രാജ്യമാണ് ഇന്ത്യ. മറ്റെല്ലാ മതങ്ങളെയും പോലെ തന്നെയേ ഇസ്ലാമുമുള്ളൂ. പക്ഷേ എല്ലാം പുരുഷ മതങ്ങളാണ് കേട്ടോ, അത് വേറെ. പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരാൽ പുരുഷന്മാരുണ്ടാക്കിയ മത നിയമങ്ങൾ എങ്ങനെ സ്ത്രീകളെ മനുഷ്യനായിട്ട് അംഗീകരിക്കും? അപ്പോ എല്ലാ മതങ്ങളും സ്ത്രീകൾക്കെതിരാണ് എന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ കൊണ്ടുണ്ടായ സാമൂഹ്യമായിട്ടുള്ള മാറ്റം എന്താണ്? ഇറാനോ? മഹസാമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു കഷ്ണം തുണി, ഒരു മുടി പുറത്ത് കണ്ടു, തുണി നന്നായിട്ട് മറച്ചില്ല എന്നതിന്റെ പേരിൽ അതിനെ ചവിട്ടിക്കൊന്ന നാടാണ് ഇറാനും. പിന്നീട് പെൺകുട്ടികൾ മുഴുവൻ വസ്ത്രവും വലിച്ചൂരി എറിഞ്ഞിട്ടാണ് പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയത്. അവരെയൊക്കെ കൊന്നൊടുക്കുകയാണ് ഇറാൻ ഭരണകൂടം ചെയ്തത്. അപ്പൊ ആണുങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി അവരെ വീട്ടിലെ ജനൽ പോലും വെക്കാൻ പാടില്ല, തുണി കഴുകുന്ന കല്ല് പുറത്ത് വേണ്ട, അവരാളുകൾ കാണും. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, സ്ത്രീകളെ എഴുത്ത് പഠിപ്പിക്കണ്ട. വഅല്ലിമൂഹുന്നൽ ഖയാത്ത്, അവരെ തുന്നൽ പഠിപ്പിച്ചാൽ മതി. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, വാർക്ക വീടുകളിൽ നിന്നും അവരെ താമസിപ്പിക്കല്ലേ, മുകളിൽ കയറിയാൽ ആണുങ്ങൾ കാണും, അടിച്ചുകൊണ്ട് പോകും. ഹൂറികളെ പോലും മുത്തിനകത്തും ചിപ്പിക്കകത്തും ഒക്കെ ഇട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു പടച്ചവനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്, ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മുസ്ലിം ആണുങ്ങൾ പ്രവാചകചര്യ പാലിക്കാറുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഇന്നത് പാലിക്കാൻ പറ്റില്ല, അകത്താകും, അത് വേറെ. അല്ല, പ്രവാചകനും പ്രവാചകന്റെ ഭാര്യയും മകളുമൊക്കെ, ഭാര്യമാരും മകളുമൊക്കെ വീടിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ പ്രവാചകൻ ഇവരോട് വീട്ടിനകത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകന്റെ മകളായിട്ടുള്ള ഫാത്തിമ പ്രവാചകനോട് പറഞ്ഞു, വാപ്പ അത് അന്ധനാണ്, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന ആളാണ്, അപ്പൊ അയാൾ നമ്മളെ കാണത്തില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ അവരെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് പോയിക്കോ. അതിന്റെ അർത്ഥം എന്താ? പെണ്ണുങ്ങൾ പുറത്തിറങ്ങണ്ട,
പെണ്ണുങ്ങളെ ആണുങ്ങളും കാണാൻ പാടില്ല, ആണുങ്ങളെ പെണ്ണുങ്ങളും കാണാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു സൃഷ്ടികളെ പടച്ചവും കൊണ്ടുവന്നത്? സ്ത്രീകൾക്കാണ് മതത്തിന്റെ എല്ലാ നിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ പെണ്ണ് മറയ്ക്കണം. കാരണം എന്താ? പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകും. പെണ്ണൊരു പേർ യന്ത്രമായിട്ട് വീട്ടിനകത്തിരിക്കുക, പേറുക, കുട്ടികളെ നോക്കുക, വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ തന്നെ മതി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വീട്ടിൽ പ്രസവിച്ച ഒരു പെണ്ണിനെ മാരകമായ രൂപത്തിൽ മുറിവേറ്റിട്ട് ഒരു മൂസിനായ 47കാരി മരിച്ചത്. ആ മുറിവിൽ വീണ്ടും ഇവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പെണ്ണിന്റെ യോനി എന്തിനാ? പുരുഷന് സുഖിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണ്. അതിന് മുറിവ് വന്നാലെന്ത്, വ്രണം വന്നാലെന്ത്, അതിനകത്ത് വലിയ രൂപത്തിൽ പഴുപ്പും ചലവും വന്നാലെന്ത്, ചോര വന്നാലെന്ത്, ഇനി അതിനകത്തൂടെ പുഴുക്കൾ വന്നാലെന്ത്, അവൾ മരിച്ചാലെന്ത്, ഇവന്റെ സുഖമാണ് പ്രധാനം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇ പി അബൂബക്കർ കാസിമി ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ, പ്രസവ പലകയിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴും ഭർത്താവ് ഒന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം. ഭർത്താവിന് സുഖിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് പെണ്ണ്. ഇപ്പോൾ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന സഹോദരനായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡുകാര്, അതിന്റെ നേതാവായിട്ടുള്ള മോർസി ഈജിപ്തില് ഇപ്പോൾ ജയിലിലായത് എന്തിന്റെ പേരിലായിരുന്നു? പുതിയ ഭരണഘടനയിൽ സ്ത്രീയുടെ കടമയെന്ന് പറയുന്നത് പ്രസവം മാത്രമാണ് എന്ന് പറഞ്ഞു. പല രാജ്യങ്ങളിലും പോയിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിക്കണ്ടേ. ഇപ്പൊ മലേഷ്യയിൽ പോയിട്ട് മിണ്ടാൻ പറ്റില്ല സാക്കിർ നായിക്കിന്. എന്താ കാരണം? മിണ്ടിയത് തന്നെ കൂടുതലായതുകൊണ്ടാണ്. ഖുർആാനും ഹദീസും ഒക്കെ സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണുള്ളത്. ഖുർആാനിന് ഒരു വ്യക്തതയില്ല, പ്രവാചകൻ കണ്ടിട്ടില്ല, പ്രവാചകൻ ഇറങ്ങി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഇനി പെണ്ണുങ്ങള് ആരുടെ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്? ഭർത്താവ്, പിതാവ്, സഹോദരൻ, മകൻ, ഇതാരുമില്ലാത്തവരോ യാത്ര ചെയ്യേണ്ടെന്നേ. കുടുംബകാര്യങ്ങളൊക്കെ പിന്നെ ആര് മുന്നോട്ട് കൊണ്ടുപോകും? ഒരു ഭർത്താവ് മരിച്ചു, വല്ലുമ്മ മണാലിയിൽ പോയി മഞ്ഞുവാരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദ് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? 3 മക്കളുണ്ട്, ഭർത്താവ് മരിച്ചു. ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ വീട്ടുപണിയൊക്കെ ചെയ്തു, മക്കളെ വളർത്തി രക്ഷപ്പെടുത്തി. അപ്പോൾ മക്കൾക്കൊരാഗ്രഹം, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം മുഴുവനും ജീവിച്ചു തീർത്ത എൻ്റെ ഉമ്മയ്ക്ക് ലോകമൊന്ന് കണ്ടോട്ടെ. അവർ ടൂറിന് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവരൊരു റീൽ എടുത്തിട്ട് അവർ പറഞ്ഞു, മക്കളെ റുക്കിയ, ജമീല, ഷമില, അതാ ഒരുപാട് ആളുകൾ പുറത്തുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഒരു ലോകമുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ പുറഞ്ചം ഉസ്താദ് എടുത്ത് അലക്കി വിളിപ്പിച്ചു. മീശ വെട്ടണം, താടി നീട്ടി വളർത്തണം, ആണുങ്ങൾക്കുള്ള നിർദ്ദേശമാണ്. കാന്തപുരം ഒഴിച്ചുള്ള മിക്ക കൾട്ടുകളും ഇതിനെ ഒന്നും വിമർശിക്കുന്നില്ല. മീശ വെച്ച് താടി പഠിക്കണം, ക്ലീൻ ഷേവ്. മുസ്ലിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബാർബറുകളെയൊക്കെ പിടിച്ചിട്ട് ജയിലിലടക്കി അഫ്ഗാൻ ബാർബർമാർ വേണ്ടാന്ന്. താടി വടിച്ചാൽ അവരെ പിടിച്ച് ജയിലിലടക്കും. ഇത് എന്തുവാടെ? ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വകാര്യതകളിലേക്ക് ഏതൊക്കെ രൂപത്തിലാണ് ഈ 6-ാം നൂറ്റാണ്ടിന്റെ മതം കയറി വരുന്നത്? പെണ്ണ് മൈലാഞ്ചി ഇട്ടാൽ മതി, പുരുഷനും മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. പിന്നെ കൈകാലുകൾ ആണുങ്ങളെ കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകും, കയറി പിടിച്ചെന്ന് വരും, ബലാത്കാരം ചെയ്തെന്ന് വരും. സ്കൂളിലും കുട്ടികളും ഒക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉസ്താദന്മാരും സാറന്മാരും ഒക്കെ ചെയ്തെന്ന് വരും. കാരണം പുരുഷൻ പെണ്ണിനെ നോക്കുമ്പോൾ ആ പെണ്ണിനകത്തുള്ള ഹോർമോൺ പുരുഷനോട് വിളിച്ചു പറയും, വെറും ഒരു ഇറച്ചി കഷ്ണമാണ് നീ എനിക്ക് ഭോഗിക്കാനുള്ളത് എന്ന് പുരുഷന്റെ ടെസ്റ്റോസ്റ്റിറോൺ ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പുരുഷനോട് വിളിച്ചു പറയുമെന്നാണ് ബാലശ്ശേരി പ്രസംഗിച്ചത്. ഇതെന്തുവാടെ ഇതൊക്കെ? പുരുഷന്റെ വസ്ത്രധാരണം എങ്ങനെ, സ്ത്രീയുടെ വസ്ത്രധാരണം എങ്ങനെ? ഈ പ്രവാചകൻ വരുന്ന കാലത്തിന് മുമ്പ്, അതായത് ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള ആളുകൾ ആരും തുണി കൊടുത്തിരുന്നില്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. കാരണം മുഹമ്മദ് നബി ആണല്ലോ ഇത്തരം നിയമങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് തന്നെ. ഇതെന്തുവാ ഇതൊക്കെ? പെണ്ണുങ്ങളെ പഠിപ്പിക്കണം എങ്ങനെ? 4-ാം ക്ലാസ് വരെ, അതാണ് അഫ്ഗാന്റെ നിയമം. അതും കർട്ടൻ ഇട്ട് പഠിപ്പിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പുരുഷൻ പെണ്ണിനെ കാണാൻ പാടില്ല, പെണ്ണിനെ ആണും കാണാൻ പാടില്ല. അതെന്താ, ജീവിച്ചിരിക്കുമ്പോൾ കാണാമായിരുന്നോ? അതായത് സ്വന്തം സ്ത്രീകൾ വീട്ടിലിരുന്നോട്ടെ, അവരെ കാണുമ്പോൾ പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകും. നമുക്ക് മറ്റു സ്ത്രീകളെ കാണാനുള്ളത് ഇത് ഇന്ത്യയല്ലേ? നിങ്ങളുടെ സ്ത്രീകളെയൊക്കെ കറുത്ത ചാക്കിനകത്താക്കി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ചിട്ട് മറ്റു സ്ത്രീകൾ എങ്ങനെ പുറത്തിറങ്ങും? കാഫിറായിട്ടുള്ള സ്ത്രീകൾക്കും ഈ രാജ്യത്ത് ജീവിക്കണമല്ലോ. ഷൂ ധരിക്കരുത്, ചെരുപ്പിടാം, സോക്സ് ഇടണം. പാദരക്ഷ ഹലാലൊക്കെ തന്നെയാണ്, പക്ഷേ തോൽ എന്തിൽ നിന്നാണെന്ന് നോക്കണമെന്ന്. മിക്കതും ഹറാമായിട്ടുള്ള റബ്ബർ, പ്ലാസ്റ്റിക്, ഇതൊക്കെ ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നതായതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അഫ്ഗാന്റെ നിയമം. മദ്യം ഹറാമാണ്, ആൽക്കഹോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ഹറാമാണ്. പക്ഷേ ചെറിയ പഴം മുതൽ മിക്ക പഴങ്ങളും ആൽക്കഹോൾ കണ്ടന്റാണ്. അത് പഴുത്താൽ ആയുർവേദവും അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മതം നോക്കിയാൽ മതിയെന്ന്. സ്പിരിറ്റുള്ള മരുന്നുകൾ കഴിക്കാം. അപ്പോൾ മരുന്ന് പാടണ്ടോ? പ്രവാചകന്റെ കരിഞ്ചീരകവും അജുവ ഈത്തപ്പഴവും ഒക്കെ കഴിച്ചിട്ട് ഒരെണ്ണം തിരുന്നാൽ പോരെ? അതൊരു അണുനാശിനിയല്ലേ? എന്നാൽ പിന്നെ അലോപ്പതി വേണോ? ആയുർവേദം പോരെ നമുക്ക്?
ഒക്കെ ക്രിസ്ത്യാനികളുടേതല്ലേ? മൈക്ക് വേണോ? ഇന്റർനെറ്റ് വേണോ? മൊബൈൽ ഫോൺ വേണോ? മിക്സി, ഗ്രൈൻഡർ, ഇതൊക്കെ നമുക്ക് വേണോ? ഇതൊക്കെ എന്തിനാണെന്നേ? മുസ്ലിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കണം. ബഹുദൈവാരാധകർ ചെയ്യുന്നതിന് വിപരീതമായിട്ട് ചെയ്യാനെന്നല്ലേ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്? കർണാടക സംഗീതം, നൃത്തരൂപങ്ങൾ, ഇന്ത്യൻ സംഗീതം ഒക്കെ ഹറാമാണ്. പാട്ട്, ആട്ടം, കൂത്ത് ഒക്കെ ഉപേക്ഷിക്കുക. മുസ്ലിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുത്. നോർത്ത് ഇന്ത്യയിൽ സൂഫി പാരമ്പര്യമുള്ള ആളുകൾ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് സൂഫികൾ, സലഫികൾ ഇവരൊക്കെ പരസ്പരം ശത്രുക്കളാണ്. സുന്നികൾക്ക് ഷിയാക്കളെ പിടിക്കില്ല, ഷിയാക്കൾക്ക് സുന്നികളെ പിടിക്കില്ല, സുന്നികൾക്ക് മുജാഹിദിനെ പിടിക്കില്ല, മുജാഹിദിന് ജമാഅത്തെ ഇസ്ലാമിയെ പിടിക്കില്ല. ഇങ്ങനെ ഇവർ പരസ്പരം തമ്മിലടിയാ. പെൺകുട്ടികൾ ഡാൻസ് കളിക്കരുത്, പെൺകുട്ടികൾ വേദിയിലേക്ക് കയറരുത്, നൃത്തം കൂടുതൽ വിലക്കാണ്. കാരണം പെണ്ണിന്റെ ശരീരം കുലുങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അത് കാണും. അപ്പോൾ ആണുങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടാകും. അപ്പോൾ ബലാത്കാരങ്ങൾ നടക്കും. നൃത്തം, സംഗീതം, കല ഇതൊന്നും ആസ്വദിക്കാൻ പാടില്ല. ഇതൊക്കെ ആണുങ്ങൾക്ക് ആസ്വദിക്കാൻ, പെണ്ണുങ്ങൾക്ക് പാടില്ല അല്ലേ? കൊള്ളാലോടെ നിങ്ങളുടെ മതം. ഇന്നേ പുതിയ ജനറേഷനിലെ ആളുകൾ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് കല്ലും നെല്ലും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മതം ഇന്ന് ഏറിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അലിയാർ കാസ്മി പറഞ്ഞ് കരയുന്നത്, അയ്യോ 6-ാം നൂറ്റാണ്ടിലെ നമ്മുടെ മതം വലിച്ചെറിഞ്ഞിട്ട് 10,000-കണക്കിന് ആളുകൾ വിട്ടു പോകുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞത് കേട്ടില്ലേ? ഈ മതത്തിനകത്ത് മനുഷ്യന് നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇനിയും നിങ്ങൾ പറഞ്ഞു വരണം നമ്മുടെ മതം വളരുവാണെന്ന്. കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് 10,000-കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ കാര്യം, ഏതാണ്ട് ഒരു 5ഓളം ചെറുപ്പക്കാരെ 17 വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ്. അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ്. എറണാകുളം മേഖലയിൽ ഞാൻ വ്യക്തമാക്കി പറയില്ല, അടുത്തു വന്നാൽ പറഞ്ഞു തരാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നുണ പറയാറില്ലെന്ന് ബോധ്യപ്പെടാൻ. എൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ഇവരുടെ കാരണവന്മാർ, എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് വലിയ ഇഷ്ടമാണ്, കരയുകയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല 9 വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ നബിയായി അംഗീകരിക്കില്ല. ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി 2 മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു. ഞാൻ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു. അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തോണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരിക. അവൻ ചിന്തിക്കുന്ന, വായിക്കുന്ന, ശാസ്ത്രബോധമുള്ള പയ്യനാണ്. പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തില് അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ്. മറ്റൊരു നാട്ടിൽ, ആ നാട് ഞാൻ പറയില്ല, വിദ്യാഭ്യാസം കൊടുത്തു, കുട്ടി വായിച്ചു, കുട്ടി ചിന്തിച്ചു, അതിനിപ്പോ നമ്മളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതേ പ്രായക്കാരനായ ഒരു 17-കാരൻ വന്നിട്ട് എന്നോട് പറയുന്നത്, അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ്, ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ആളെ വ്യക്തമാക്കൽ എന്റെ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ. അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞു തരും. അവനും ഇതുപോലെ വന്നു. എന്നിട്ട് ഇത് തന്നെയാണ് അവൻ പറഞ്ഞു, 9 വയസ്സുള്ള 6 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് നബി അംഗീകരിക്കുക? അടിമകളെ അനുഭവിക്കാമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ നബി അംഗീകരിക്കും? അവനുമായും 2 ദിവസം ഞാൻ ഇരുന്നു. ഏതായാലും ആ കുട്ടികളും മനസ്സ് മാറ്റി, നിനക്ക് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം, ഇവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവന് ഞാനൊരു പുസ്തകം കൊടുത്തുകൊണ്ട് വായിച്ച് അവൻ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് വരികയും ചെയ്തു. ഇങ്ങനെ ഒരു 4-5ഓളം കുട്ടികൾ എന്റെ മുമ്പിൽ മാത്രം വന്നു. സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാ. 10,000-കണക്കിന് മുസ്ലിം മക്കളല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ പ്രവാചകനെ ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, 6 വയസ്സുള്ള കുഞ്ഞിനെ 53-ാമത്തെ വയസ്സിൽ കെട്ടിയ നബിയെ ഞങ്ങൾ അംഗീകരിക്കും. അതല്ല എന്ന് തെളിയിക്കാൻ പറ്റണം. അതാണല്ലോ ആ കുട്ടി ഒരു 3 സെക്കൻഡ് കൊണ്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് അലിയാർ കാസ്മി 2 ദിവസം എടുത്തിട്ട് ആ കുട്ടി കൺവിൻസ്ഡ് ആയി എന്ന് പറയുന്നത് ഒരിക്കലും കൺവിൻസ്ഡ് ആകത്തില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമല്ലേ? ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഈ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആരാനെ സംബന്ധിക്കുന്ന, അതായത് ബൈബിളിന്റെ ദൈവികത, ഭഗവത്ഗീതയിലെ ദൈവികത, ഇതൊക്കെ എടുത്തിട്ട് അലക്കിയപ്പോ നമ്മുടെ കണ്ണിൽ കിടക്കുന്നത് കോലാണെന്ന് ചിന്തിക്കണ്ടായിരുന്നു. അപ്പോൾ അവരതെടുത്ത് കുട്ടിയും കോലും കളിക്കുമെന്ന് ചിന്തിക്കണ്ടായിരുന്നു. നന്ദി.